നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 29 ആണേ. അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്നലെ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. 15 ക്വസ്റ്റ്യൻസ് ആണേ ഉള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. നന്നായി പഠിച്ച ശേഷം എക്സാം അറ്റൻഡ് ചെയ്യണേ. മാർക്ക് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 29 എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വർണം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. 4 ഉണ്ട്. ചാമീകരം, ഹാടകം, നിനവ്, ഭേഗം. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. 2. തവളയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരി, മണ്ടൂകം, ദ്വിപം, ദർദുരം. 3. താഴെ തന്നിരിക്കുന്നതിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഗ്രാഫൈറ്റ്, ഡോളറൈറ്റ്. 4. അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീന കാലത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. ഫോസിലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആദ്യത്തെ പ്രസ്താവന, ഫോസിലുകളെ പറ്റിയുള്ള പഠനം പാലിയന്റോളജി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത്, ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന, ഫോസിൽ ഇന്ധനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. നാലാമത്തേത്, ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പൊ ഈ 4 പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. അഞ്ചാമത്തെ ചോദ്യം, സ്ലേറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശില, പാതാള ശില, അവസാദ ശില, ആഗ്നേയ ശില. 6. ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? ഗ്രാനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ബസാൾട്ട്. 7. ഡോം പർവ്വതങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആദ്യത്തെ പ്രസ്താവന, ഡോം പർവ്വതങ്ങൾ മറ്റിനം പർവ്വതങ്ങളെക്കാൾ താരതമ്യേന വളരെ വലുതാണ്. രണ്ടാമത്തേത്, ഡോമിനെ ആവരണം ചെയ്തിരിക്കുന്ന ശിലാപാളികൾ കാലക്രമേണ അപക്ഷയം, അപരദനം എന്നിവ മൂലം ക്രമേണ നീക്കം ചെയ്യപ്പെടുകയും തുടർന്ന് ഡോം പർവ്വതങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, ദക്ഷിണ ഡക്കോട്ടയിലെ കുന്നുകൾ ഡോം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. നാലാമത്തേത്, ഡോം പർവ്വതങ്ങൾ മറ്റിനം പർവ്വതങ്ങളെക്കാൾ താരതമ്യേന വളരെ ചെറിയ പർവ്വതങ്ങളാണ്. അടുത്ത ചോദ്യം 8. ചുവടെ തന്നിരിക്കുന്നതിൽ കടൽത്തീര ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്തംഭങ്ങൾ, ക്ലിഫുകൾ, ബർക്കനുകൾ, ബീച്ചുകൾ. 9. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ. പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, നദിയുടെ അപരദന ഫലമായി വെള്ളച്ചാട്ടങ്ങൾ ഉപരിഘട്ടത്തിലാണ് രൂപം കൊള്ളുന്നത്. രണ്ടാമത്തേത്, നദീമാർഗത്തിൽ കാണപ്പെടുന്ന വളവുകൾ മിയാൻഡറുകൾ എന്നറിയപ്പെടുന്നു. മൂന്നാമത്തേത്, ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളാണ്. നാലാമത്തേത്, ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികളും നീർച്ചാലുകളും കൈവഴികൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 10. ചുവടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ പരിശോധിച്ച ശേഷം ചലനം ഏതാണെന്ന് കണ്ടെത്തുക. ഉദാഹരണങ്ങൾ തന്നേക്കുന്നത്, വാഹനത്തിന്റെ വൈപ്പറിന്റെ ചലനം. രണ്ടാമത്തേത്, തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം. അപ്പൊ ഇത് ഏത് ചലനമാണെന്ന് പറയണം. വർത്തുള്ള ചലനം, ഭ്രമണം, നേർരേഖാ ചലനം, ദോലനം. 11. ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ കേന്ദ്രഭാഗങ്ങൾ ചലിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ചെയിൻ, ബെൽറ്റ്, കപ്പി, പൽചക്രങ്ങൾ. 12. ചുവടെ തന്നിരിക്കുന്നതിൽ ഭ്രമണത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ആദ്യത്തേത് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, രണ്ടാമത്തേത് പമ്പരം കറങ്ങുന്നത്,
മൂന്നാമത്തേത് ഫാനിന്റെ കറക്കം. നാലാമത്തേത് കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത്. 13. ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആര്? തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, ആര്യഭടൻ. 14. രേഖാംശ രേഖകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന 0 ഡിഗ്രി രേഖാംശം മാനക രേഖാംശം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് മാനക രേഖാംശത്തിന് ഇരുവശവുമായി 90 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. മൂന്നാമത്തെ പ്രസ്താവന മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. നാലാമത്തേത് ഗ്ലോബിൽ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളാണ് രേഖാംശം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 15. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര്? മഗല്ലൻ, ഐസക് ന്യൂട്ടൺ, കോപ്പർനിക്കസ്, പൈതഗോറസ്. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വർണം എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ കണ്ടെത്തുക. ചാമീകരം സ്വർണമാണ്, ഹാടകം സ്വർണമാണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഉത്തരം എ. നിനവ് എന്നാൽ ചിന്ത എന്നാണ് അർത്ഥം. ഭേഗം എന്നാൽ തവള എന്നാണ് അർത്ഥം. 2. തവളയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തവളയുടെ പര്യായ പദങ്ങളിൽ ഉൾപ്പെടാത്തത് ദ്വിപമാണ്. സി. ദ്വിപം എന്നാൽ ആന എന്നാണ് അർത്ഥം. ആന. 3. താഴെ തന്നിരിക്കുന്നതിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? അല്ലാത്തത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്തുവാണ്? കായാന്തരിത ശിലയാണ്. 4. അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീന കാലത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. ഫോസിലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? തെറ്റായത് സി ആണ്. ഫോസിൽ ഇന്ധനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്, എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നവരും തീർന്നു പോകുന്നവയാണ്. 5. സ്ലേറ്റ് ഏതുതരം ശിലയ്ക്ക് ഉദാഹരണമാണ്? സ്ലേറ്റ് കായാന്തരിത ശിലയാണ്. മാർബിൾ കായാന്തരിത ശിലയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം. അവസാദ ശിലയ്ക്ക് ഉദാഹരണം ചുണ്ണാമ്പ് കല്ലാണ്, സെഡിമെന്ററി റോക്ക്. 7. ഡോം പർവ്വതങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ആണ്. ഡോം പർവ്വതങ്ങൾ മറ്റിനം പർവ്വതങ്ങളെക്കാൾ താരതമ്യേന ചെറുതാണ്. അടുത്ത ചോദ്യം 8. താഴെ തന്നിരിക്കുന്നതിൽ കടൽത്തീര ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബർക്കനുകളാണ്. സി. 9. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന്യ ഭൂരൂപങ്ങൾ. പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായവ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരി. ആദ്യത്തെ 3 1ഉം 2ഉം 3ഉം ആണ് ശരി. നാലാമത്തെ എന്താ തെറ്റിപ്പോയേ? ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന ഒഴുകിച്ചേരുന്ന ഉപനദികളും നീർച്ചാലുകളും അറിയപ്പെടുന്ന പേരെന്താ? പോഷക നദി എന്ന. പോഷക നദി. ട്രിബ്യൂട്ടറി ആണ്. കൈവഴി എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടറി ആണ്. ഒരു നദിയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നവയാണ് ഡിസ്ട്രിബ്യൂട്ടറി. അതാണ് കൈവഴി. വന്നു ചേരുന്നത് ഏതാണ്? പോഷക നദിയാണ്. 10. ചുവടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ പരിശോധിച്ച ശേഷം ചലനം ഏതാണെന്ന് കണ്ടെത്തുക. വാഹനത്തിന്റെ വൈപ്പറിന്റെ ചലനം, അതുപോലെ തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ഒക്കെ ചലനം എന്താണ്? ദോലനമാണ്. ഓസിലേഷൻ. ദോലനം. 11. ഒരു യന്ത്രഭാഗത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗതയിലും ദിശയിലും ഒന്നിലേറെ കേന്ദ്രഭാഗങ്ങൾ ചലിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് പൽചക്രങ്ങൾ. ഡി. 12. ചുവടെ തന്നിരിക്കുന്നതിൽ ഭ്രമണത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാ? ഡി ആണ്. കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് ഏത് ടൈപ്പ് ചലനമാണ്? വർത്തുള ചലനമാണ്. വർത്തുള ചലനം. 13. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസ് ആണ്. എ. 14. രേഖാംശ രേഖകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ബി ആണ്. മാനക രേഖാംശത്തിന് ഇരുവശവുമായി 180 ഡിഗ്രി വീതമാണ് രേഖാംശങ്ങൾ ഉള്ളത്. 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്, 90 അല്ല. 15.
ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ. ബി. ജിയോയിഡ് ആകൃതി. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യം. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. എല്ലാവരും കൃത്യമായിട്ട് എക്സാമും അതുപോലെ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് പോയാൽ, റിവിഷനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും. അത് 101% ഷുവർ ആണ്. പിന്നെ ഇല്ലേ, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തേക്കണേ. ഈ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈഡൻസും ടൈം ഷെഡ്യൂളും മെറ്റീരിയൽസ് ഒക്കെ അവിടെയാണ് കൊടുക്കും. അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടേ? സ്നേഹം കാണിച്ചിട്ട് പോവാ, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിക്ക് ജോയിൻ ചെയ്തോളൂ. ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടാം. ഒരു കൂട്ടായ്മയല്ലേ നമുക്ക് എപ്പോഴും വേണ്ടത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.